140 ക്വസ്റ്റ്യൻസും എനിക്ക് സാർ അവിടെ ക്രാഷിലും ഓൺലൈനായിട്ട് പഠിപ്പിച്ചു തന്നെയായിരുന്നു. എനിക്ക് എക്സാം എഴുതാൻ പോകുന്ന പിള്ളേരോട് പറയാനുള്ളത് റെഗുലർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. തിയറി അന്നന്ന് പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പഠിപ്പിച്ച് പോവുക. ക്രാഷ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ക്രാഷ് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏത് രീതിക്കാണ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല ആൻസർ. അത് സാർ പറയുന്ന ക്രാഷിന് പോയാലാണ് മനസ്സിലാവുള്ളൂ അത് എങ്ങനെയാണ് ആൻസർ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞാന് ഒരു സാറ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനൊരു ഇപ്പൊ ഈ കഴിഞ്ഞ ക്രാഷിലെ ഒരു 2 ദിവസം കൂടെ ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. ഓണം സെലിബ്രേഷന്റെ അന്നായിരുന്നു ഞാൻ തിരിച്ച് നാട്ടോട്ട് വന്നത്. അപ്പൊ സാറ് പറഞ്ഞു ആഘോഷങ്ങളുടെ ഇടയിലൊന്നും എൻഗേജ്ഡ് ആയിട്ട് ഈ ഒരു പരീക്ഷയുടെ ഇത് കളയരുത്. അങ്ങനെ ഞാൻ ഓണാഘോഷം പോലും ഞാൻ ഒന്നിനും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ 100% ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ ജയിക്കും എന്നുള്ളത്. അത് സാറിന്റെ ക്രാഷ് കോഴ്സ് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയത്. ഞാൻ ഒരു കാര്യം പറയാം, സാറാണ് എന്റെ ബെസ്റ്റ് ടീച്ചർ. എന്റെ ലൈഫിൽ ബെസ്റ്റ് ടീച്ചർ സാറാണ് ഞാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച്.